നിങ്ങൾ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം പോരാ, നല്ല പോഷകാഹാരം കഴിക്കണം, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം, എങ്കിലൊക്കെ നിങ്ങൾക്ക് മസിലിന്റെ ട്രാൻസ്ഫോർമേഷൻ ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. കുറെ പേര് പറയും നമുക്ക് വർക്കിന് പോകുമ്പോഴത്തേക്കും ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അതായത് ഞാൻ എന്റെ ഓഫീസിൽ ഇരിക്കുകയാണ്, ഞാൻ കഴിക്കുന്നത് ചിക്കൻ റൈസ് മാച്ചോടാ. ഇതാണ് ബോഡി ബിൽഡേഴ്സിന്റെ പൊതുവെയുള്ള ഫേവറേറ്റ്. സോ വർക്കൗട്ട് പോകാൻ ഇമ്പോർട്ടന്റ് ആണ് ന്യൂട്രീഷൻ. സമയം കണ്ടെത്തുക, രാവിലെ എഴുന്നേക്കുക, ഒരു അരമണിക്കൂർ മുന്നേ എഴുന്നേറ്റാൽ മതി, എനിക്ക് ഒരു ദിവസത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കാൻ പറ്റും. കാരണം കുറച്ച് മുട്ടയും എടുത്ത വയറൊക്കെ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാണിച്ചു വിട്. ഡെഡിക്കേഷൻ ഇല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും കാഴ്ച, ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ സ്റ്റേഷനറായിട്ട് വേണ്ടി ചെയ്യാൻ പറ്റും. കുറച്ച് മുട്ട, കുറച്ച് ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ പരിപാടി കഴിയും, കുറച്ച് വൈറ്റ് റൈസ്, കുറച്ച് പച്ചക്കറി, ഇത്രയും മതി, സിമ്പിൾ ആണ്. വലിയ വലിയ പരിപാടികളൊക്കെ പോകാതെ ബേസിക് ആയിട്ട് ഉള്ള ഫുഡ് ന്യൂട്രിയൻസ് നിങ്ങൾ കഴിക്കാൻ നോക്കുക, വർക്കൗട്ട് ചെയ്യാൻ നോക്കുക, നന്നായിട്ട് ഉറങ്ങാൻ നോക്കുക. അപ്പൊ തന്നെ നല്ല ചേഞ്ചസ് ഉണ്ടാവും. സോ ദിസ് ഇസ് അവർ ഡേ 5. അതിൽ രാവിലെ ക്ലാസ് ഉണ്ടായിരുന്നു, എനിക്ക് നേരത്തെ വരണമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റാത്ത നമ്മൾ ഇവിടെ സെറ്റ് ചെയ്ത് അങ്ങനെ കഴിക്കേണ്ടി വന്നു. പക്ഷെ നമ്മൾ നമ്മുടെ ഡയറ്റിൽ നിന്ന് മാറത്തില്ല, സെയിം ഡയറ്റ് തന്നെയായിരിക്കും. ചിലർ പൊറോട്ട ചാരം കഴിക്കും, അങ്ങനെയുള്ളവന്മാർ ഫയർ വരുത്തിരിക്കും. എന്തിനാ അവനെ സൂം ചെയ്തു? ഞാൻ അവനല്ലോ പറഞ്ഞു. ബാക്കി നമുക്ക് ജിമ്മിൽ വർക്കൗട്ട് സെഷൻ ഉണ്ടാവും. HR കൊണ്ട് വലിയ ശല്യമാണ് വർക്കൗട്ട് ചെയ്യാൻ പോലും സമ്മതിക്കത്തില്ല. എന്റെ നാളത്തെ യൂട്യൂബ് വീഡിയോ പറ്റി HR പറ്റി 2 വാക്ക് ഞാൻ സംസാരിക്കുന്നുണ്ട്. ആൾക്കാരറിയട്ടെ, ലോകം അറിയട്ടെ, പണിയെടുക്കാത്ത HR ആണ് ഡിഗ്രിയിലുള്ളതെന്ന് ലോകം അറിയണം. ഇപ്രാവശ്യം ബാക്ക് ഇഞ്ചുറി ഉള്ളതുകൊണ്ട് സ്ട്രെച്ച് എല്ലാം ചെയ്ത് എന്നിട്ട് മാത്രം വർക്കൗട്ടിലേക്ക് കിടക്കുക. അപ്പോൾ ഇഞ്ചുറിയൊക്കെ വരാതെ നോക്കാൻ പറ്റും. കുഴപ്പമില്ലാതെ വർക്കൗട്ടിലോട്ട് കയറാതിരിക്കുക. ഫ്രീ വർക്കൗട്ട് ആണെങ്കിലും പോസ്റ്റ് വർക്കൗട്ട് ആണെങ്കിലും സ്ട്രെച്ചസ് മസ്റ്റ്, വാമപ്പ് മസ്റ്റ്. ഇഞ്ചുറി പിന്നെയും നമുക്ക് പണി കിട്ടിയോണ്ട് ചെസ്റ്റ് സപ്പോർട്ടഡ് റോസിലോട്ട് മാറിയിട്ടുണ്ട്. മറ്റേ നമുക്ക് ബാർബൽ സിംഗിൾ ആം റോയിലായിരുന്നു സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ അതുകൊണ്ട് ചെസ്റ്റ് സപ്പോർട്ടഡ് റോയിലോട്ട് നമ്മൾ മാറിയിട്ടുണ്ട്. സോ നെക്സ്റ്റ് വീക്കിലേക്ക് ഹെവി ഡംബൽ എന്നുള്ള രീതിക്കാണ്. ഇപ്പോൾ ഇഞ്ചുറി വെറുതെ പണി മേടിക്കുന്നത്. വാമപ്പ് സെറ്റ് ഗോ. ഇങ്ങനെയാണ് ലാറ്റ് സ്പ്രെഡ്, ബാക്ക് ലാറ്റ് സ്പ്രെഡ് ചെയ്യുന്നത്. പിന്നെ ബാക്ക് ഡബിൾ ബൈസെപ്സ് ഉണ്ട്. ഈ പോസൊക്കെ പഠിച്ചു വെച്ചോ. വർക്കൗട്ട് ചെയ്യുന്നതിനിടയ്ക്ക് പോസ് ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ, ഇന്നത്തെ ക്വിക്ക് ടിപ്പ് ഫോർ ദി ഡേ. നിങ്ങൾ എപ്പോഴും വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഏത് ബോഡി പാർട്ടാണോ വർക്കൗട്ട് ചെയ്യുന്നത് അത് ഫ്ലെക്സ് ചെയ്യാൻ നോക്കുക. ഇപ്പം ബൈസെപ്സ് ആണെങ്കിൽ ഇങ്ങനെ ഫ്ലെക്സ് ചെയ്യാൻ നോക്കുക, ബാക്ക് ആണെങ്കിൽ ഇങ്ങനെ ലാറ്റ് സ്പ്രെഡ് ചെയ്യാൻ നോക്കുക, അപ്പം ഷോൾഡർ ആണെ ഇങ്ങനെ നോക്കുക. അങ്ങനെ ഓരോ ബോഡി പാർട്ടും നിങ്ങൾ പോസ് ചെയ്യാൻ ശ്രമിക്കുക. ആക്ച്വലി റിയലി ഗുഡ്. ഇതൊരു ഗെയിം ചേഞ്ചറാണ്. എൻ്റെ ഒരു സ്പെഷ്യൽ പ്ലേലിസ്റ്റ് ഉണ്ട്. മറ്റേ ബോഡി ബിൽഡിങ് സമയത്തൊക്കെ സ്ഥിരം കേൾക്കുന്നതായിരുന്നു. പിന്നെ ഫുഡ് കഴിക്കാൻ നേരം നമുക്ക് ഈ ഒഴുകിയ ചിക്കനൊക്കെ കഴിക്കാൻ നേരം ഇറങ്ങത്തില്ല. ഫേസ് സാധനം കേട്ടോ അല്ലെങ്കിൽ ഇത് കണ്ടോണ്ടായിരുന്നു കഴിക്കുന്നത്. മൈൻഡ് ഭയങ്കരമായിട്ട് സ്വിച്ച് ആവും. ഇതേതാണെന്നുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ ഞാൻ ഏതാ ആ പ്ലേലിസ്റ്റ് എന്നുള്ളത് പറഞ്ഞുതരാം. അതല്ല ഞാൻ പറഞ്ഞു തരില്ല. 10 പേരെങ്കിലും പറയണം, എങ്കിലും ഞാൻ പറഞ്ഞു തരത്തുള്ളൂ. അല്ലെ വെറുതെ പറഞ്ഞ പോലെ ഇപ്പോൾ. പക്ഷേ നിങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇത് കേട്ട് ഇത് കണ്ടുകൊണ്ടിരുന്ന് കഴിച്ചാൽ മതി. ഇത് ഏതാണെന്ന് കറക്റ്റായിട്ട് പറയുന്നവർക്കും ഒരു ചെറിയ വർക്കൗട്ട് സെഷൻ വേണം നമുക്ക് പ്ലാൻ ചെയ്യാം.